ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ 3 പേരാണ്. ഇതിന്റെ പ്രധാന വ്യക്തികൾ പൗലൂസ്, സീലാസ്, തീമോഥെയോസ്. പ്രധാന സ്ഥലം തെസ്സലോനിക്ക. പ്രധാന വാക്യങ്ങൾ രണ്ടാം അധ്യായം 2, 3. മൂന്നാം അധ്യായം 5, 6, 16. ഈ പുസ്തകത്തിലെ പ്രധാന അധ്യായം എന്ന് പറയുന്നത് 2-ാമത്തെ അധ്യായമാണ്. പ്രധാന അധ്യായം. അടുത്ത് ഈ പുസ്തകത്തെ 3ആയിട്ട് തരംതിരിച്ചു. 3 അധ്യായമേ ഉള്ളൂ. 3ആയിട്ട് തരംതിരിച്ചിരിക്കുക. അതിൽ ഒന്നാമത് എഴുതണ്ട. ഒന്നാമത് തിരിച്ചിരിക്കുന്നത് 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ഒരാളിന് വായിക്കാമോ? 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമാണ് ഒന്നാമത് നമ്മൾ കാണുന്നത്. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. അടുത്ത വാക്യം കൂടെ. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. മതി. പ്രധാനപ്പെട്ട ഈ പുസ്തകത്തിലെ പരമപ്രധാനമായ വാക്യമാണ് 6-ാമത്തെ വാക്യം. ഇതിന്റെ ഗൗരവം നമുക്കറിയാം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പ്രൊഫസർ സാത്മുട്ടിയാമോ? പ്രത്യക്ഷനായത് അഗ്നിജ്വാലയിൽ. സ്തോത്രം. നമുക്കറിയാം, പുസ്തകം നമ്മൾ ഒന്ന് പരിശോധിച്ച് പഠിക്കുമ്പോ ആദ്യമായിട്ട് കർത്താവ് പ്രത്യക്ഷമായത് മോശയുടെ മുമ്പിലാണ്. പഴയ നിയമത്തിൽ നമുക്കറിയാം. ഹോരേബിൽ, കഴിഞ്ഞ ദിവസം ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞു, ഹോരേബിൽ വെച്ചാണ് മോശയുടെ മുമ്പിൽ അഗ്നിയിൽ പ്രത്യക്ഷമായി ഹോവയായ ദൈവം. രണ്ടാമത് നമുക്കറിയാം, ഏലിയാവിന്റെ യാഗത്തിൽ പ്രത്യക്ഷനായി, അല്ലെ? അഗ്നി കൊണ്ട് യാഗപീഠം ദഹിപ്പിച്ചു. ആ ഭാഗം നമുക്കറിയാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരും, പ്രത്യേകിച്ച് ലേഖനത്തിലേക്ക് വരുമ്പോ ഇവിടെ ദൂതന്മാരുമായി കർത്താവിന്റെ പുനരാഗമനം, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക നമ്മളെല്ലാവരും. എങ്ങനെയൊക്കെ ഒരുങ്ങണം, ഏതൊക്കെ തലത്തിലാണ് പുനരാഗമനത്തിലേക്ക് പ്രവേശിക്കപ്പെടേണ്ടതായ വ്യക്തികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതാണ് ഇതിനകത്ത് 3 പോയിന്റ്, 3 ഭാഗമായി തിരിച്ചിരിക്കുന്നത്. ഒന്ന്, ശക്തിയുള്ള ദൂതന്മാരുമായി. അപ്പോൾ ശക്തി ഉള്ളവരുമുണ്ട്, ശക്തി ഇല്ലാത്തവരുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അശൂർ പാളയത്തിൽ എത്ര ദൂതന ആന്റി ഇറങ്ങിയത്? തങ്കമാന്റി, അശൂർ പാളയത്തിൽ ഒരു രാത്രി ഒരു ദൂതൻ ഇറങ്ങി വെട്ടിയെന്ന് പറഞ്ഞു. 1,85,000 തോന്നുന്നു. കറക്റ്റ്. 1,85,000 പേരെ ഒരു ദൂതൻ. ഇത് ഹെബ്രയിലായിരിക്കുമോ മീഖായിലായിരിക്കുമോ? അവിടെ അത് വേർതിരിച്ച് പറഞ്ഞിട്ടില്ല. ഒരു ദൂതൻ. അപ്പോ
വലിയ ദൂതന്മാരോട് 1,85,000 പേര് ഒറ്റ രാത്രി കൊണ്ടാണ്. അതേപോലെ ഒരു രാത്രിയാണ് സമാഗമന കൂടാരത്തിൽ മോശയുടെ പൂത്ത് ബദാം കാച്ചത്. ശ്രദ്ധിക്കണം. അപ്പൊ ഒരു രാത്രി കൊണ്ട് തളർപ്പിക്കാനും കഴിയും, പിന്നെ ഒരു രാത്രി കൊണ്ട് സംഹാരം നടത്തുവാനും കർത്താവിന് കഴിയും. ശ്രദ്ധിക്കൂ, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഭാഗമാണ്. കർത്താവിന്റെ പുനരാഗമനം എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിനകത്ത് ഈ പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ വളരെ ഗൗരവമായിട്ട് അപ്പോസ്തലനായ പൗലൂസ് കൊടുക്കുന്ന ഭയങ്കര ദൂതാണ്. ശ്രദ്ധിക്കണമേ. 3:10 വായിച്ചേ, കുറച്ചുകൂടെ അറിയാൻ കഴിയും. ഈ ഒരുങ്ങിയിരിക്കുന്നവർക്കുള്ള പ്രത്യേകതയാണ് കേട്ടോ. 3:10 പൗലൂസ് വ്യക്തമായിട്ട് 10, 11, 12, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോ വളരെ കൊടുക്കുന്നത് വായിച്ചേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് ഒരു മിനിറ്റ് 10-ാം വാക്യം നമ്മൾ വേല ചെയ്യാതെ തിന്നരുത്, തിന്നരുത്. ശ്രദ്ധിക്കണം. വേല ചെയ്യാത്തവൻ തിന്നരുത്. രാവിലെ എണീറ്റ് പല കാര്യം നോക്കാൻ വേണ്ടി പോകരുത്. അങ്ങനെയുള്ള വ്യക്തി പുനരാഗമനത്തിൽ ദൈവത്തിന്റെ 2ാമത്തെ വരവിൽ പോകത്തില്ലെന്നാ പറയുന്നത്. സംശയമുണ്ടോ? 10-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നരുത്. കർത്താവ് പറഞ്ഞില്ലേ മടിയാ. ബാക്കി നിങ്ങൾ പറഞ്ഞേ. യേശു എന്താ പറഞ്ഞ? മടിയാ. ഒരാള് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. മടിയാ പറഞ്ഞേ. ഇന്ന് രാത്രി നിന്റെ ജീവനെ അല്ല, മടിയാ. യേശു പറഞ്ഞ മടിയാ. പറഞ്ഞേ. മടിയാ. നീ ഉറുമ്പിനെ നോക്കി ബുദ്ധി പഠിക്കാം. മടിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മടിയ. അതാണ് പങ്കി. നമ്മൾ സ്നാനപ്പെട്ടവരാണല്ലോ. വിശുദ്ധ മടിയ. നീ നേരെ വെളുത്താലും കൈ കെട്ടി കിടന്ന് ഉറങ്ങിയ നിനക്ക് ചാപ്പാടും വേണ്ട അല്ലേ? എത്രത്തോളം കിടക്കാത്ത സുഖ, നല്ല സുഖ. വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നരുത് എന്ന് നിങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. അടുത്ത 11-ാമത്തെ വാക്യം വായിച്ചേ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നുവെന്ന് കേൾക്കുന്നു. കണ്ടോ? നിങ്ങൾ ചിലര്, എല്ലാവരും ഇല്ല കേട്ടോ, ഒരു പണിയും ചെയ്യില്ല. എന്നാ ഒരു പണിയില്ല 2 അധ്യായങ്ങളും ആയിര്, അതിനും സമയമില്ല. ഒരു പണിയും ചെയ്യില്ല, വെറുതെ നടക്കുക. പല കാര്യങ്ങൾ നോക്കി അങ്ങ് നടക്കുക. സ്തോത്രം. പുനരാഗമനം മടങ്ങി വരവെങ്കിൽ ദൈവം നമ്മോട് ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി ദൗത്യങ്ങളുണ്ട്. ഒന്നിലേക്കും പ്രവേശിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിലർ, അടുത്ത് 12-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഗോവൃത്തി കഴിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. ഒരു പ്രബോധനം ഞങ്ങൾ പറയുകയാണ് സഭയോട്. നിങ്ങൾ അറിയാത്തവരല്ല, നിങ്ങൾ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ഞങ്ങൾ പറയുന്ന വാക്കൊരു പ്രബോധനമായി ഏറ്റെടുത്ത് നിങ്ങൾ മടങ്ങി വരണം.
ഒരു പ്രബോധനമായി നിങ്ങൾ ഏറ്റെടുത്ത് മടങ്ങി വരണം. ഏത് സമയത്ത് നമ്മൾ റെഡി ആയിരിക്കണം. ഒരു ദൈവ പൈതൽ ഏത് സമയത്ത് എപ്പോഴാണ് നമുക്ക് ചീട്ട് വേണമെന്ന് അറിയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. ആമേൻ, സ്തോത്രം. എല്ലാവരും എപ്പോഴും 1000 വചനം നമ്മുടെ ഉള്ളിനകത്ത് വേണം. എപ്പോഴും 1000 വചനം. എപ്പോഴാണോ ഒരു വേദി കിട്ടുന്നത് അവിടെ ചാടി കയറിക്കോളും. ഒരുങ്ങിയില്ല എന്ന് മാത്രം പറയരുത്. അടുത്ത ഇന്ന് 5 മിനിറ്റ് പറയാമോ? പാസ്റ്റ് എന്താ പറഞ്ഞേ? ഞാൻ ഒരുങ്ങിയില്ല. അമ്മാമ്മ ഒരു കല്യാണത്തിന് പോകാമോ? പിന്നെ ചിലപ്പോൾ ഇങ്ങനെ പരിശോധിക്കും. കാഞ്ചീപുരം, ബനാറസ്, അത് ഇത് എല്ലാം തപ്പിയെടുത്ത് ഒറ്റ. പിന്നെ വണ്ടി ഇറക്കിയാൽ ഇപ്പം ഞാൻ വരാം. അച്ഛാ അപ്പുറത്ത് ഒരു പാമ്പ് വീഴുന്നു കേട്ടാ അത് പോവാമോ? പിന്നെ ഡാൻസ് അവിടെ. അച്ഛൻ 5 മിനിറ്റ് പ്രബോധിപ്പിക്കാമോ? അത് മാത്രം പറഞ്ഞു. അത് ചിച്ചി അലർജിയാ. പുനരാഗമനത്തിൽ നോക്കണ്ട. എടുത്തത് 3 മണിയായപ്പോഴത്തേക്കായിരിക്കും മെസ്സേജ് വന്നത്. സ്വതന്ത്രം അഭിഷേകത്തിലില്ലാതെ സന്തോഷിച്ചു. സ്വതന്ത്രം. ഇതിന് പകരക്കാരെ കിട്ടത്തില്ല. പകരക്കാർ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുക. എന്റെ മുമ്പിൽ ഒരു 6-7 പുസ്തകം ഇരിക്കുക. ഒരുങ്ങി എപ്പോഴാണ് നമുക്ക് ചീട്ടൊന്നും അറിയാൻ പറ്റില്ല. ഇതായിരിക്കും എല്ലാവരും. തിരിച്ചു മടങ്ങി വരാം. എഴുതാം. സ്ഥിതി വിവരണങ്ങൾ. ഈ പുസ്തകത്തിലെ സ്ഥിതി വിവരണങ്ങൾ സത്യവേദ പുസ്തകത്തിലെ 53-ാമത്തെ പുസ്തകം. സത്യവേദ പുസ്തകത്തിലെ 53-ാമത്തെ പുസ്തകം. പരീക്ഷ ഉണ്ടാകുവേ, കൃത്യമായി ഉണ്ടാവും. ന്യൂ ടെസ്റ്റ്മെന്റ് തീർന്ന ഉടൻ പരീക്ഷ ഉണ്ടാവും. അധ്യായങ്ങൾ 3. ഒന്നാമത്തെ 1:6, രണ്ടാമത്തെ 3:10. 3 ഏതാ? ഒന്നുകൂടെ പറയാം. പ്രധാന വാക്യങ്ങൾ. അതല്ല ഈ പുസ്തകത്തെ 3ആയി തിരിക്കാമെന്ന് പറഞ്ഞു. 3-ാമത്താണ് നമ്മൾ ചിന്തിച്ചത്. ആന്റി ഏതാ 3-ാമത്തെ നമ്മൾ ചിന്തിച്ചത്? 3:10 മുതൽ. രണ്ടാമത്തെയോ? രണ്ടാമത്തത് പറയാം. രണ്ടാമത്തത് 2:7, 8, 9 അതിലേക്ക് ഞാൻ വരാൻ തോന്നുന്നു. ഇത് ഏത് പുസ്തകം എന്ന് പറയാമോ? ഇല്ല, സിസ്റ്റർ പറഞ്ഞു കൊടുക്കൂ. ഇത് ഏത് പുസ്തകം പഠിപ്പിക്കുന്നേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. 2 തെസ്സലോനിക്കർ. ആള് പോയി. സ്തോത്രം. ആമേൻ. 2 തെസ്സലോനിക്കർ. ആള് പോയി. സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് വരുന്നുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ്. അപ്പോ സത്യവേദപുസ്തകത്തിലെ 53-ാമത്തെ പുസ്തകം, അധ്യായങ്ങൾ 3, വാക്യങ്ങൾ 47. വാക്യങ്ങൾ, ഈ 3 അധ്യായത്തിലുള്ള വാക്യങ്ങൾ 47. ചോദ്യം 1. ചരിത്രപരമായ വാക്യങ്ങൾ. മുപ്പത്തിയൊന്ന്. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ. നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ. 16. ഇനി നമ്മള് 2-ാമത്തെ ഭാഗത്തേക്ക് വരുന്നു. 1ഉം 3ഉം നമ്മൾ ചിന്തിച്ചു. 2-ാമത്തെ ഭാഗം, 2-ാമത്തെ അധ്യായത്തിന്റെ
7, 8, 9 വാക്യം ഒന്ന് നിർത്തി വായിക്കാമോ? 7, 8, 9 വാക്യം. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. കണ്ടോ? കാരണം ഈ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരെ വഴിയിൽ വച്ച് തടുത്തു കളയുകയാണ്. സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ വഴിയിൽ വച്ച് അവരെ തടുത്തു നിർത്തുകയാണ്. അതെന്തറിയാമോ? അധർമ്മത്തിന്റെ ശക്തികൾ അഥവാ അധർമ്മമൂർത്തി. കാരണം വേറൊരു പുസ്തകത്തിലേക്ക് ഞാനിങ്ങനെ വായിച്ചപ്പോഴും അഭിഷക്തന്മാരോട് ഇത് ചോദിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ഒരു അരുളപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 തെസ്സലോനിക്കർ കൊണ്ട് തീരേണ്ട അധ്യായമാണ്. പക്ഷേ ഇത് 2ലേക്ക് മാറിയതിന്റെ കാര്യം 3 അധ്യായമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചു, അത് ഒരു അധ്യായം തീർത്തൂടെ ചോദിച്ചപ്പോഴാ പറഞ്ഞ അല്ല, ഇത് 2ാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ 2ാമത്തെ ലേഖനത്തിലേക്ക് വന്നപ്പോൾ 1ാമത്തെ ലേഖനത്തിൽ വെളിപ്പെടാത്തത് ചില മാസങ്ങൾക്ക് ശേഷം തന്റെ യാത്രയിൽ വച്ച് ഈ അധർമ്മമൂർത്തി വെളിപ്പെട്ടു. പൗലോസ് ജനത്തെ കൊണ്ടുവരുന്നു, സീലാസ് ജനത്തെ കൊണ്ടുവരുന്നു. ഇവര് പിന്നെ എന്ത് ചെയ്യുന്നു? പിന്മാറിപ്പോകുന്നു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. വ്യക്തമായിട്ട് അതിനകത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അത് ചിന്തിച്ചു വന്നതാണ്. ആ 1ാമത്തെ അധ്യായത്തിനകത്ത് നമുക്കറിയാം 10ാമത്തെ വാക്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഈ 2ാമത്തെ ലേഖനത്തിലേക്ക് വരുമ്പോൾ തന്നെ 8ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. കണ്ടോ? അപ്പൊ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഇപ്പോ ഒരു 5 വിശ്വാസികളെ റോസൽ സിസ്റ്റർ സഭയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ ആ വിശ്വാസികളുടെ ഫുൾ ഉത്തരവാദിത്വവും ദേവദാസിക്ക, സഭയിലെ പാസ്റ്റർക്കല്ല. ഇപ്പൊ 3 കുടുംബത്തെ കൊണ്ട് നമ്മുടെ ദിനേഷ് ബ്രദറെ കൊണ്ട് പള്ളിയിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫുൾ ഉത്തരവാദിത്വം പാസ്റ്റർക്കല്ല, നിങ്ങൾക്കാ. പോകുന്നുണ്ടോ വരുന്നുണ്ടോ എല്ലാം നിങ്ങളാ വിളിക്കണ്ടേ. പ്രൈസലോ. ഇപ്പോ 2 കുടുംബത്തെ കൊണ്ട് സ്തോത്രം, ഇപ്പോ നമ്മുടെ ലിൻഡ ഇവര് കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഉത്തരവാദിത്വം അവർക്കാ. 10 കുടുംബത്തെ കൊണ്ട് നമ്മുടെ തങ്കമേന്റെ പള്ളിയിൽ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഫുൾ ഉത്തരവാദിത്വം ആന്റിക്ക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈ സഭയിലുള്ള വിശ്വാസികളുടെ ഫുൾ ഉത്തരവാദിത്വവും പൗലൂസിനാ. പൗലൂസ് നോക്കിയപ്പോ ഇവരെല്ലാം ഇന്നലെ വരെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചവര് ഇവര് നോക്കിയപ്പോ വിഗ്രഹത്തിന് മൂട്ടി പോയി കുമ്പിട്ടോണ്ടിരിക്കുന്നു. അവിടെ നൃത്തവും ചാട്ടവും ബഹളവും തമ്പേറടിയുമാണ്. അപ്പൊ എന്ത് സംഭവിച്ചു എന്ന് ചില മാസങ്ങൾക്ക് ശേഷമാണ് പൗലൂസിന് വെളിപ്പാട് കിട്ടിയത്. അങ്ങനെയാണ് ഒരു 3 പേരും കൂടെ ഈ പുസ്തകത്തിനകത്ത് കഥാപാത്രങ്ങളായി തീർന്നത്. 1ാമത്തെ ആള് പൗലൂസ്, 2ാമത്തെ ആള് സീലാസ്, 3ാമത്തെ ആള് തീമോഥെയോസ്. അപ്പൊ ഇവർ 3 പേരുമാണ് ഈ പുസ്തകത്തിലെ പ്രധാന കണ്ണികൾ. ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തരുന്ന ചില ഗൈഡൻസുകൾ, അത് വലിയ നിയോഗത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. ഉറപ്പായിട്ടും ഒരാള് നിങ്ങൾ സുവിശേഷം അറിയിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചർച്ചിലേക്ക് വരുന്ന അവരെ ആ ചർച്ചിൽ സ്നാനപ്പെടുത്തി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് കൊണ്ടുപോകുന്ന ആളാ. ശ്രദ്ധിക്കണം. അതുപോലെയാണ് പൗലൂസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അപ്പോൾ അധർമ്മ ആ മൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ ആമേൻ. കണ്ടോ? എങ്ങനെ ഒടുക്കണം? വായിലെ ശ്വാസത്താൽ. ഇവിടേക്ക് നല്ലൊരു അഭിഷേകം പ്രാപിച്ചവരല്ലേ അല്ലേ? നമ്മൾ അഭിഷേകം പ്രാപിച്ചവരല്ലേ ഇരിക്കുന്നത് എല്ലാവരും? അഭിഷേകം പ്രാപിച്ചവരല്ലേ ഇരിക്കുന്നത് എല്ലാവരും? എന്താ പറയാൻ മടിക്കുന്നേ? നിങ്ങൾ കൽപ്പിക്കണം.
നമ്മിൽ ആ ദൈവപ്രവൃത്തി ഉണ്ട്. ഇപ്പൊ തങ്കമാന്റി അവിടെ ആമേൻ അടുത്ത ആർക്കും ഒരു സുഖലായി കഴിഞ്ഞാൽ ഓടിപ്പോയി കൈവച്ച് പ്രാർത്ഥിക്കണം. പ്രായം നോക്കി, അവരുടെ പദവി നോക്കി. അതെന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞേ? അങ്ങനെയാ. പ്രൈസല്ലോ. പ്രായവും പദവി നോക്കി പോയി തലേ കൈവയ്ക്കേണ്ട ആളാണെങ്കിൽ തലേ കൈവയ്ക്കണം. ഒരു അഭിഷക്തനാണ് കിടക്കുക, ആമേൻ, അഭിഷക്തയാണ്, അഭിഷക്തന്റെ ഭാര്യയാണ് സുഖലായിരിക്കുക, പോയി തലേ കൈവയ്ക്കാൻ പറ്റില്ല. അവരെ ചേർത്ത് പിടിക്കണം, പ്രാർത്ഥിക്കണം. അഭിഷക്തനാണ്, അഭിഷക്തന് വേണ്ടി പ്രാർത്ഥിക്കാം. ശരീരത്തിൽ കൈവയ്ക്കാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആമേൻ, സ്തോത്രം. ഇതെല്ലാം സഭയ്ക്കകത്ത് വന്നപ്പോ ഇതെന്താണ്? ദൈവിക നിയോഗമല്ലല്ലോ ഇവരിൽ കൂടെ പ്രകടമായി വരുന്നതെന്ന് കണ്ടാണ് രണ്ടാമത്തെ ലേഖനത്തിന് തുടക്കം. ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ എത്രയെന്നറിയാമോ? 16 പ്രവചനം ഇനി ഈ പുസ്തകത്തിൽ നിവർത്തിയായി വരാനുണ്ട്. 2 തെസ്സലോനിക്കരിൽ ഇനി 16 പ്രവചനങ്ങൾ പുറത്തു വരേണ്ടതായി ഉണ്ട്. ശ്രദ്ധിക്കണം, അത് എഴുതി വെച്ചോളൂ. അപ്പൊ ഒന്ന് നമ്മൾ പഠിച്ചു, പ്രധാന സ്ഥലം തെസ്സലോനിക്കർ, പ്രധാന വാക്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ 2-3 വാക്യം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 3-ാം അധ്യായം 5, 6, 16 വാക്യം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പ്രധാന അധ്യായം 2-ാമത്തെ അധ്യായമാണ്. ഇത് എഴുതിയ കാലഘട്ടം AD 51 52. ഒന്നാമത്തെ ലേഖനം എഴുതി കഴിഞ്ഞ് ഏകദേശം 6 മാസത്തിന് ശേഷമാണ് ഈ ലേഖനം എഴുതുന്നത്. മറന്നുപോകരുത്. ഇതിന്റെ ഹെഡിങ് നിങ്ങൾ പിന്നെ കയറിയ വ്യക്തിയോട് ഇതിന്റെ ഹെഡിങ് പറയുകയാണ്, ക്രിസ്തുവിന്റെ പുനരാഗമനം, അതായത് 2-ാം വരവ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് വായിക്കുന്നു കർത്തദാസി 9-ാമത്തെ വാക്യം. പെട്ടെന്ന് വായിക്കൂ. 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. കണ്ടോ? ഈ പ്രത്യക്ഷത എന്ന് പറയുമ്പോ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ സഭകളിൽ തന്നെ ഉണ്ട്. അധർമ്മമൂർത്തി നമ്മുടെ സഭയിൽ തന്നെ ഉണ്ട്. അതാരാ പാസ്റ്ററെ? എപ്പോഴും ശ്രദ്ധിക്കണം. അഭിഷത്തിനൊരു കാര്യം പറയുമ്പോൾ തട്ടിക്കേറുന്ന വ്യക്തികൾ ശ്രദ്ധിക്കണം. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഇല്ലെങ്കിൽ പ്രായം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും മാനിക്കപ്പെടുന്ന അഭിഷക്തന്മാർ അല്ലെങ്കിൽ വിശ്വാസ കുടുംബങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ അവരെല്ലാം മറികടന്ന് കയറി നിന്ന് പറയുന്ന വ്യക്തികളെ കാണുമ്പോൾ സൂക്ഷിക്കണം. അവരിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവല്ല. പുരോഹിതൻ, അഭിഷക്തൻ, സഭയിൽ ഇടയനെന്ന് പറയുമ്പോൾ എല്ലാ കാർമ്മിക ശുശ്രൂഷകളും അദ്ദേഹത്തിന്റെ കയ്യിൽ പരമേൽപ്പിച്ചിട്ടുണ്ട്. സകലത്തിന്റെ മേലുള്ള അധികാരം. നിസ്സാരക്കാരനായി കാണരുത് അഭിഷക്തന്മാരെ. സഭയിലെ നമ്മുടെ ഇടയനാണ്. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോ പൊതുസഭയിൽ പറയാതെ, എണീറ്റ് നിന്ന് തർക്കിക്കാതെ, ആരാധന കഴിഞ്ഞ ശേഷം എല്ലാവരും പോയ ശേഷം അദ്ദേഹത്തിന്റെ പാസ്റ്റേജിൽ പോയി അദ്ദേഹം മാത്രം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കും. അതാണ് ഒരു അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത്. സ്തോത്രം. മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത വാക്യത്തിലേക്ക് വരുന്നു. 10-ാമത്തെ വാക്യം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. കണ്ടോ? അപ്പൊ അതൂത് മനസ്സിലായിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടോ, പിന്നെ അഭിഷേകം ഇപ്പൊ പ്രാപിക്കും. അന്യഭാഷ ഇപ്പൊ പറയും. പക്ഷേ
അവരെ സഭയിൽ കൊള്ളത്തില്ല. 10 പേര് കൂടി സഭയ്ക്കകത്ത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് കൊള്ളത്തില്ല. ഇതാണ് പൗലൂസിന് ദൈവം കൊടുത്ത കൃപ. ആ കൃപയുടെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് 2-ാമത്തെ ലേഖനത്തിലേക്ക് പ്രവേശിച്ചത്. 65 അധ്യായം 65 പുസ്തകം കൊണ്ട് തീർന്നെന്ന് പറഞ്ഞ് മുദ്രയിട്ടതാണ്. ശ്രദ്ധിക്കൂ. എന്നാൽ 66-ാമത്തെ പുസ്തകം എഴുതാൻ ഒരുത്ത പത്മോസ് ദ്വീപിൽ പോയി. അവിടെ എന്താ പറഞ്ഞ 5-ാമത്തെ അധ്യായത്തില്? മുദ്ര ഇടരുത്. 5-ാം വാക്യം പറയുന്നു, പുസ്തകത്തിന് മുദ്ര പൊട്ടിപ്പാൻ ഒരുത്തൻ യോഗ്യൻ. പൊട്ടിച്ചില്ലേ? സകലത്തെ ശത്രുവിനെ തകർത്തില്ലേ? നമ്മുടെ ഒരു ചോദ്യമുണ്ട്, എന്താ പാസ്റ്ററെ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോകണം? ചിലരെ കൊണ്ടുപോകണം, ചിലരെ അവിടെ കൊണ്ട് ചെല്ലണം, ചിലരെ ദൈവം ആ തലത്തിൽ കൂടെ നടത്തിയെങ്കിൽ മാത്രമേ ശുശ്രൂഷ വെളിപ്പെടത്തുള്ളൂ. മറന്നു പോകരുത്. എന്നും കഷ്ടതയാണോ എന്നും വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ മറുപടിയേ ഉള്ളൂ, ദൈവ പൈതൽ എന്നും കഷ്ടതയില്ല, എന്നും വേദനയില്ല, എന്നും പ്രയാസമില്ല, എന്നും ദുഃഖമില്ല. ഒരു കാര്യം ഉറപ്പാണ്, പ്രാണകാന്തന്റെ മടങ്ങി വരൂ വരെ കർത്താവ് നമ്മെ കാക്കും. പ്രാർത്ഥനയിലും ആരാധനയിലും ദൈവം നമ്മെ സൂക്ഷിക്കും. 3 കാര്യം നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു. അടുത്ത് എഴുതേണ്ടത് ഹെഡിങ് ക്രിസ്തു. മൂന്നിന്റെ 18, 3-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളെ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഒന്നുകൂടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്നോട് വിളിച്ചോപ്പെടുകയാണ്. നമ്മൾ എഴുതിയത് ക്രിസ്തു. 2 തെസ്സലോനിക്കരിൽ എഴുതിക്ക്. 2 തെസ്സലോനിക്കരിൽ മറ്റൊരു ഉപദേശത്തെയും അപേക്ഷിച്ച് കൂടുതൽ പ്രാവശ്യം തെസ്സലോനിക്കർ 3:18 നമ്മൾ വായിച്ച വാക്യം. അടുത്ത ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന് പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട്. ഈ ലേഖനത്തിന്റെ 1, 2 അധ്യായങ്ങളിലെ പ്രധാന ചിന്താവിഷയം അതാണ്.
യേശുക്രിസ്തുവിന്റെ തിരിച്ചുവരവ്, യേശുക്രിസ്തുവിന്റെ തിരിച്ചുവരവ് അഥവാ മടങ്ങിവരവ്, ബ്രാക്കറ്റ്. അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസവും ആനന്ദവുമായ പ്രത്യാശയുടെ സന്ദേശമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സ്വർഗത്തിൽ നിന്നുള്ള അവിടുത്തെ പ്രത്യക്ഷത, നേരത്തെ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ പ്രാണകാന്തന്റെ അഥവാ മഹാരാജാവിന്റെ മടങ്ങിവരവ്. ആ മടങ്ങിവരവിൽ സംഭവിക്കാനുള്ള കാര്യാദികളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്നത് മടങ്ങിവരവിൽ? നമുക്കറിയാം എന്തുമാത്രം കാര്യങ്ങൾ സംഭവിക്കുന്നത്. കർത്താവിന്റെ മടങ്ങിവരവിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. സ്തോത്രം. ഒരു കാര്യം നമുക്ക് നോക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിന്റെ 30-ാമത്തെ വേദാംശം ഒരാളിന് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഒരാളിന് വായിക്കാം. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ അവനും തന്നെയാകും വായിച്ചോളൂ. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. അന്ന് വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിനകത്തുള്ള സാധനം എടുപ്പാൻ ഇറങ്ങി പോകരുത്. ഔവണ്ണം വയലിൽ ഇരിക്കുന്നവനും പിന്നോക്കം തിരിയരുത്. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുവിൻ. തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും. അഭിഷത്തെ മതി. 30-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. കർത്താവിന്റെ പ്രത്യക്ഷത ഏതാണ് നോക്കുന്നത്? നമുക്ക് നോക്കാം. 29-ാമത്തെ വാക്യം വായിച്ചേ. 29-ാമത്തെ വാക്യം. 29-ാമത്തെ വാക്യം. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. കണ്ടോ? കർത്താവിന്റെ വരവിന് അല്പം മുമ്പ് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇവിടെ വൈദ്യനായ ലൂക്കോസ് തന്റെ സുവിശേഷത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം. ഇന്ന് സംഭവിക്കുന്നില്ലേ? കർത്താവിന്റെ വരവ് വാതുക്കലായെന്ന് നമുക്ക് തോന്നുമല്ലേ? സംഭവിക്കുന്നില്ലേ കാര്യങ്ങൾ? ഇന്ന് നിങ്ങൾ വാർത്തകൾ കേട്ടോ? ഇന്നലത്തെ കാര്യങ്ങൾ കണ്ടോ? എന്തെല്ലാം സംഭവങ്ങളല്ലേ നടക്കുന്നത് ഭൂമിയില്? നമുക്ക് പോലും ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ചിന്തിച്ചെങ്ങനെയാണ്? ഇന്നേക്കൊരു 30 വർഷം മുമ്പ് ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷം. ഇപ്പൊ നോക്കിക്കേ, ഭയങ്കര പേടിയാ ഒന്ന് പുറത്തിറങ്ങാൻ. ഒരാളോട് വെൽക്കം ചെയ്യാൻ അല്ലെങ്കിൽ കൈ കൊടുക്കാൻ തന്നെ പേടിയാ. അത്ര
അത്ര നിലയിൽ ലോകം മാറിക്കഴിഞ്ഞു. അതിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ഫോണിലൊരു കോൾ വന്നാൽ പോലും എടുക്കാൻ ഭയത്തോടെ എടുക്കേണ്ട നാളുകൾ അടുത്തു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ ദൈവജനം അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വേലയിലായിരിക്കുന്നവർ ജാഗ്രതയുള്ളവരായിരിക്കുക. എല്ലാ സമയത്തും ദൈവത്തിന്റെ കരത്തിൽ പിടിച്ചു നടക്കുവാൻ ജനം തയ്യാറായിരിക്കുക. എന്ന് പറഞ്ഞാൽ വൃതന്മാരെ വരെ തെറ്റിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ആമേൻ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അടുത്തൊരു വാക്യത്തിലേക്ക് വരുന്നു. പ്രൈസ് ദി ലോർഡ്. യൂദയുടെ ലേഖനം 15-ാമത്തെ വാക്യം വായിച്ചേ. യൂദ 15. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. കേട്ടോ, 1000 വിശുദ്ധന്മാരോട് കൂടെ ഇവിടെ വന്നിരിക്കുക. എന്തിനാ? ഭക്തി കെട്ട് നടക്കുന്നവരും ഉണ്ട്. കർത്താവ് വന്നു പോയില്ലേ? പോയില്ലെന്നേ ഉള്ളൂ. അതെന്താ അങ്ങനെ? എവിടെ പോയിരുന്നു? കർത്താവ് വന്നു, ഒരു ചേരി മൊത്തം കൊണ്ടുപോയി. പോയില്ലേ? പോയില്ലെന്നേ ഉള്ളൂ. ഇതിനകത്ത് വാക്യം കണ്ടോ? ഭക്തി വിരുദ്ധമായ സകല പ്രവർത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെ ഒക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരുടെ കൂടെ ആമേൻ വന്നിരിക്കുന്നു എന്ന് വച്ച്. ഹല്ലേലൂയ. അപ്പോ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ വരവെങ്കിലുള്ള ഉദ്ദേശം മനസ്സിലായോ? എന്താ? ആ നേരത്തെ പറഞ്ഞു. പോയില്ലേ? ഇല്ല, പോയില്ലെന്നേ ഉള്ളൂ. കാര്യം ഒരു നിമിഷവും ഇല്ല. എന്നാലും ഒന്ന് വെറുതെ ഇത് ഏതിൽ പെടും? രാവിലെ കണ്ണും തിരുമീറ്റ് ചൂലെടുത്തോണ്ട് പുറത്തിറങ്ങാതെ മുഴങ്കാലി എന്ന് പ്രാർത്ഥിക്കണം. അത് തെളിയില്ല. അത് തെളിയും. ആ മൈക്കം ഓഫ് ചെയ്തേ. സ്വതന്ത്രം. ആമേ. തെളിയാത്ത വല്ലതും ഉണ്ടോ? എല്ലാം തെളിയും. ഈ വാക്യം അങ്ങനെ എന്നെ പറയുന്നു. തെളിയും, സകലതും എന്റെ മുമ്പിൽ മറവായി വെളിപ്പെടും. അല്ലേ? മറനീക്കി പൊരുള് വെളിപ്പെടുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പിന്നെ വെളിപ്പെടാത്തത് എല്ലാം വെളിപ്പെടും. ഇവിടെ അതർനിവൃത്തി വെളിപ്പെട്ടു. ആ ഇരിക്കുന്ന ഇരിപ്പിന് തങ്ങമാൻ്റെ ഒറ്റ സാധനം പോ പിശാച് എന്ന് പറഞ്ഞ പോവും. എങ്ങോട്ട് പോവും അറിയാമോ? അധർമ്മ പാളയെ തുറന്നിട്ടില്ല. എങ്ങോട്ട് പോവും? ഒരു ചോദ്യമാ. ഒരിടത്തും പോവില്ല. അതാ മൂലക്കിരിക്കും. സ്തോത്രം പറഞ്ഞില്ലല്ലോ. നോക്കണ്ട, അവിടെ ഇല്ല. സ്തോത്രം. അത് ഇന്നലത്തെ മുറ്റത്തെ അന്വേഷണം വന്നപ്പോഴേ അതങ്ങ് പോയി. സ്തോത്രം പറഞ്ഞു. ജനീശ്വർ നോക്കിയാണ്. അവിടെ ഇല്ല വെറുതെ. നോക്കണ്ട, അങ്ങോട്ട് നോക്കണ്ട. അവിടെ ഇല്ല, അത് പോയി. സ്തോത്രം. ശാസിക്കും. എങ്ങോട്ട് പോകുമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് പോകത്തില്ല. കാരണം ഉദ്ഘാടനം ആയിട്ടില്ല. അതുകൊണ്ട് ശാസിക്കണം. നോക്കി ശാസിക്കണം. അധികാരത്തിൽ നിന്ന് ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രാണകാന്തന്റെ മടങ്ങി വരവിന്റെ ഉദ്ദേശം ക്രമം കെട്ട് നടക്കുന്ന പലതിനെയും അകത്ത് കൊണ്ട് ഉൾപ്പെടുത്തി ഒന്ന് ഒരുക്കിയെടുക്കാനാണ് തമ്പുരാന്റെ വരവെങ്കിൽ. അപ്പോഴാണ് സമുദ്രം തന്റെ മരിച്ചവരെന്ത് ചെയ്യും? ഏൽപ്പിച്ചു കൊടുക്കും. അയ്യോ, എന്റെ അയൽവാസി ആത്മഹത്യ വീണ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന് കരയണ്ട.
ആറിനകത്ത് വീണ് മത്സ്യം തിന്നാലും ഏതെങ്കിലും മരത്തിന്റെ പോട്ടിനകത്ത് ഡെഡ് ബോഡി ചീഞ്ഞ് പോയാലും പേടിക്കണ്ട, പ്രാണകാന്തന്റെ വരവിങ്കൽ ഇതെല്ലാം ഉയർത്തെഴുന്നേൽ. ആമേൻ, ആമേൻ. ഞാൻ വിശ്വസിക്കുന്നു, വചനം അത് തെളിവായി നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ചിന്തിക്കേണ്ട ഒരു ഭാഗം, ആമേൻ. അടുത്തൊരു വാക്യം കൂടെ വായിക്കാമോ? യെശയ്യാവിന്റെ പുസ്തകം 66:15 അതിന്റെ 16 കൂടെ ഒന്ന് വായിച്ചേ. 15 അതിന്റെ 16. അവിടെ എന്താ നമ്മൾ വായിച്ചത്? പ്രവാചകനായ യെശയ്യാവിന്റെ പുസ്തകം 66:15-16. യഹോവ തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനീയ അഗ്നിജ്വാലകളോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷമാകും. അവന്റെ രഥങ്ങൾ ചുഴലിക്കാറ്റ് പോലെ ഇരിക്കും. യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജഡത്തോടും വ്യവഹരിക്കും. യഹോവയുടെ നിഹിതന്മാർ വളരെ ആയിരിക്കും. കണ്ടോ? വരവെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രവാചകനായിരിക്കുന്ന യെശയ്യാ പ്രവാചകനിൽ കൂടെ 2750 വർഷം മുൻപ് മഹാരാജാവായ ദൈവം തനിക്ക് നമ്മെ കൊടുത്ത വെളിപ്പാടാണ് പ്രവചന ശബ്ദമായി ഇന്ന് രാത്രി നമ്മൾ വായിച്ചു കേട്ടത്. അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടിയുണ്ട്. നിങ്ങൾ എഴുതിക്കോ. മത്തായി സുവിശേഷം 25:41, 1 കൊരിന്ത്യർ 3:13, എബ്രായലേഖനം 10:27, 12:29, 12:29, 2 പത്രോസ് 3:7, വെളിപ്പാട് 21:8, മലാക്കി 4:1. ഈ ലേഖനത്തിന്റെ പശ്ചാത്തലം നമുക്ക് നോക്കാം. 2-ാം ലേഖനത്തിന്റെ പശ്ചാത്തലം. പൗലോസ് തെസ്സലോനിക്കർ സഭയ്ക്ക് ഒന്നും രണ്ടും ലേഖനം എഴുതുമ്പോഴും രണ്ടാം ലേഖനം എഴുതുമ്പോഴും ഈ സഭയുടെ അവസ്ഥ ഏറെക്കുറെ മനസ്സിലായിരുന്നു. തെസ്സലോനിക്കർക്കുള്ള ഒന്നും രണ്ടും ലേഖനം ഒന്നാം ലേഖനം എഴുതി ഏതാനും മാസങ്ങൾക്ക് ശേഷം ഏതാനും മാസങ്ങളുടെ അങ്ങനെ എഴുതാൻ കുഴപ്പമില്ല, ഇടവേളയ്ക്ക് ശേഷം സീലാസും തീമത്യോസും ഒരുമിച്ച്
പൗലൂസ് കൊരിന്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ടാം ലേഖനം എഴുതപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തികൾ 18:5. തന്റെ ആദ്യ ലേഖനത്തിന്റെ സ്ഥിരീകരണവും സഭയിലെ പുതിയ സംഭവ വികാസങ്ങളെ പറ്റിയും പൗലൂസിന് അറിവ് ലഭിച്ചപ്പോൾ ഈ രണ്ടാമത്തെ ലേഖനം എഴുതുവാൻ തുടങ്ങി. ആ പ്രവൃത്തികളുടെ പുസ്തകം 18:5 വായിക്കാമോ? പ്രവൃത്തികൾ 18:5 വായിക്കാമോ? ശീലാസും തിമോഥെയോസും മക്കദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി പൂണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. കണ്ടോ? അപ്പോൾ തന്നെ കുറച്ചുപേർ എണീറ്റു. ശുശ്രൂഷ വെളിപ്പെടുമ്പോഴേ ശത്രുക്കൾ എണീക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഒരു കാക്ക വന്നു. അപ്പോ ജിനീഷ് ബ്രദറിന്റെ കുഞ്ഞിന്റെ കയ്യിലിരുന്ന ബ്രെഡ് അത് വന്ന് കൊത്തിപ്പറിച്ചു. ജിനീഷ് ബ്രദർ ഒരു വടി എടുത്തുകൊണ്ട് അതിനെ ഓട്ടിച്ചു. കാക്ക ഓടിപ്പോയി ആത്മഹത്യ ചെയ്തു. ഹലോ, കാക്ക ഓടിപ്പോയി ആത്മഹത്യ ചെയ്തോ? ഇല്ല. അതുകൊണ്ട് നേരെ ഉയർന്ന മരത്തിന്റെ കൊമ്പിൽ കൊണ്ട് തിന്നിട്ട് അപ്പുറത്തവന്റെ വീട്ടിൽ പോയി അവിടെയും ചെന്ന് ചിക്കൻ പൊരിച്ചതിനെ കൊത്തിയെടുത്തോണ്ട് പോയി. പ്രശ്നങ്ങൾ വരുമ്പോഴേ തളർന്നിരിക്കാനല്ല ദൈവം വിളിച്ചത്. ആട്ടിക്കളയും തോറും കരുത്തോടെ എണീറ്റുന്ന വ്യക്തിയാണ് പൗലൂസ്. അങ്ങനെ പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം. ലുസ്രായിലെ അടിച്ച് റെഡിയാക്കി കല്ല് എറിഞ്ഞ് ചത്തെന്ന് കണ്ടപ്പോ എല്ലാരും പോയി. പക്ഷേ ചില മിനിറ്റ് കഴിഞ്ഞപ്പോ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് നിന്ന് ആയിരങ്ങളെ കൂട്ടി സുവിശേഷം പ്രസംഗിക്കുക, രക്തത്തിൽ കുളിച്ചു നിന്ന്. ഇന്നത് വരയ്ക്കും ഒരു കാക്കയും ആത്മഹത്യ ചെയ്തില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മളിവിടെ ഇരിക്കോ? ഇതിപ്പോ നമ്മൾ ഉറക്കെ ഒന്ന് അന്യഭാഷ സഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി ആരെങ്കിലും ചെവി കടിക്കും, അവർക്ക് എന്ത് കൃപ, അവനെന്ത് കൃപ ഇന്ന്. പിന്നെ നമ്മള് സഭയ്ക്കകത്ത് മിണ്ടാതെ ഇരിക്കും. പിറ്റേ ആഴ്ച തൊട്ട് മിണ്ടത്തില്ല. ഇനി ഞാൻ പറഞ്ഞ ആരും ഇനി കേൾക്കണ്ട. അങ്ങനെ ഉള്ളവരിനകത്ത് ഇരിപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ക്ലാസ്സിനകത്തുനിന്ന് ദൈവാത്മാവ് ഒരു ദൂതെന്ന പോലെ അറിയിക്കുക, വെട്ടുംതോറും വളരുന്ന ഒന്നേ ഉള്ളൂ. അത് ദൈവത്തെ യഥാസ്ഥാനമായി ആരാധിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പ്രതികൂലമുള്ളൂ. പറയട്ടെ, ആട്ടിക്കളയട്ടെ, സ്റ്റോപ്പ് എന്ന് പറയട്ടെ, തലയിൽ നിന്ന് തട്ടട്ടെ, നിർത്താൻ പറയട്ടെ.
ആമേൻ. കുറെ വാക്കുകൾ പറഞ്ഞ് നമ്മെ വേദനിപ്പിക്കട്ടെ. അപ്പോഴും നമ്മൾ പറയണം, ഞാൻ കുഞ്ഞിലെ കുടിച്ചത് പശുവിന്റെ പാലല്ല, ഇന്ന് രാത്രി പേടിച്ചിരിക്കുന്നതിനാണ്. ആരെ പേടിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം ചെയ്ത് മുൻപിലോട്ട് പോകാൻ പൗലൂസ് തയ്യാറായപ്പോൾ കൊരിന്ത്യർ സഭയ്ക്കകത്ത് വന്ന, അല്ലെങ്കിൽ തെസ്സലോനിക്ക സഭയ്ക്കകത്ത് വന്ന, അല്ലെങ്കിൽ ഗലാത്യർ സഭയ്ക്കകത്ത് വന്ന സകല പ്രശ്നത്തിനും പരിഹാരിയായി അവിടെ കുറുകെ നിന്നത് ആമേൻ സ്തോത്രം പൗലൂസ. അവിടെ കൂടെ കഷ്ടസഹിക്കാൻ ഒരാളുണ്ടായിരുന്നു. ആരാ? സീലാസ്. പാവം. എത്ര കിട്ടിയാലും വിട്ടുമാറില്ല. ആമേൻ. ഓട്ടോ ഇവിടുന്ന് സമയം നോക്കണം. ഇന്നും ഞാൻ തീരോ? പൈസല്ലോ. ആമേൻ. ഈ ലേഖനത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം. ഒരു ഉദ്ദേശ ശുദ്ധി ഉണ്ടല്ലോ ഈ ലേഖനത്തിൽ. ഒന്ന് എഴുതിയ ഈ ലേഖനത്തിന്റെ ഉദ്ദേശം വെറുതെ ഒന്നും ഒരു ലേഖനം പുറത്തു വരത്തില്ല. വെറുതെ ഒന്നും ഒരു ശുശ്രൂഷകൻ പുറത്തു വരത്തില്ല. വെറുതെ ഒന്നും ഒരു അഭിഷക്ത പുറത്തു വരത്തില്ല. ഉറപ്പ. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഓരോരോ അനുഭവത്തിൽ കൂടെ വന്നവരാ. ആമേൻ. ഇതിന്റെ ഉദ്ദേശം ഈ ലേഖനത്തിൽ പൗലൂസിന്റെ ഉദ്ദേശം ഒന്ന് തെസ്സലോനിക്കയിൽ കൂടെ സമാധാനമായി തന്നെയാണ് ഒന്ന് പീഡയിലായിരുന്ന തന്റെ പുതിയ അനുഭവങ്ങളുടെ ആധാരമാക്കി ധൈര്യപ്പെടുത്താൻ രണ്ട് ജീവിതം നന്നാക്കുവാനും ഉപജീവനത്തിനായി ജോലി ചെയ്യുവാനും അവരെ പ്രബോധിപ്പിക്കുവാൻ മൂന്ന് കർത്താവിന്റെ ദിവസവുമായി ബന്ധപ്പെട്ട്
അന്ത്യകാല സംഭവങ്ങളെ പറ്റിയുള്ള ചില തെറ്റായ വിശ്വാസങ്ങൾ തിരുത്തുവാൻ അപ്പൊ ഈ കൊരിന്ത്യർക്ക് അല്ലെങ്കിൽ ഈ തെസ്സലോനിക്കർ ലേഖനം എഴുതുമ്പോ കുറെ തെറ്റായ ചിന്തകൾ ഇവിടെയുള്ള വിശ്വാസ ജീവിതങ്ങൾ അടിച്ചേൽപ്പിച്ചു. നോക്കിക്കേ, 2-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2:4. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെ താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. 5-ാമത്തെ വാക്യം കൂടെ. നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവർ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. കണ്ടോ, യേശുവിന്റെ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പൗലോസ് തന്റെ അനുഭവത്തിൽ കൂടെ, തനിക്ക് കൊടുത്ത വെളിപ്പാടിൽ കൂടെ താൻ പ്രസ്താവിക്കുകയാണ്. തെറ്റായ ആരാധനകൾ, തെറ്റായ ചിന്തകൾ, തെറ്റായ പഠിപ്പിലുകൾ, തെറ്റായ ഉപദേശങ്ങൾ, തെറ്റായ ആരാധനക്രമങ്ങൾ, തെറ്റായ ഉപദേശങ്ങൾ, തെറ്റായ തിരുമേശകൾ എല്ലാം പൗലോസ് തിരുത്തുകയാണ്. ഒരു അഴിച്ചുപണി എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, ഒത്തിരി സംവിധാനങ്ങൾ ഈ ഭൂപരപ്പിൽ ലഭ്യമാണ്. ആധുനിക സംവിധാനങ്ങൾ വളർന്നു. നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം ടാപ്പുകളിലാണ് വരുന്നത്. നമ്മൾ തുറക്കണം, അല്ലെ? ടാപ്പ് ഒന്ന് തുറക്കണം. എന്നാ ചില വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ ടാപ്പും തുറന്ന വെള്ളം വരത്തില്ല. ചില ടാപ്പൊക്കെ തടവണം. ചിലത് ഇങ്ങനെ കൈ കാണിക്കണം. ഭിക്ഷ ചോദിക്കുന്നത് പോലെ വെള്ളം തരൂ. ചിലതൊന്നും ചെയ്യണ്ട, പോയി അവിടെ പോയി നിന്നാ മതി, വെള്ളം ഓട്ടോമാറ്റിക്കലി ഒഴുകും. അവിടെ നിന്ന് മാറുന്നതും വെള്ളം തരും. സംവിധാനങ്ങൾ മാറിയില്ലേ? എന്നാൽ ശരിക്കും എന്താ വരേണ്ടത്? എവിടുന്നാ തെറ്റിയത്? വെള്ളം കോരിയെടുക്കുന്ന സംവിധാനമൊക്കെ മാറി. അവിടെ തെറ്റിയപ്പോഴാ സകലവും തെറ്റിയത്. പൗലോസ് കൃത്യമായി അറിയാം, എവിടെയോ ജനത്തിന് പിഴവ് സംഭവിച്ചു. അത് തിരുത്തുവാൻ വേണ്ടിയാണ് ഈ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരുന്നത്. ശ്രദ്ധിക്കണം. ആമേൻ. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 3:15. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരൻ എന്ന് വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കുക എത്ര വേണ്ടത്. 2:15. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. കണ്ടോ, മുറുകെ പിടിക്കാൻ പ്രമാണങ്ങൾ. അപ്പം ഞങ്ങൾ തന്നത് വാക്കിനാലോ പ്രബോധനങ്ങളാലോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ലേഖനങ്ങളെ, അല്ലെങ്കിൽ ഞങ്ങളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഞങ്ങളുടെ സ്വന്തമല്ല. ഞങ്ങളെ ഇതിൽ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ നിയോഗം തന്ന് എന്നെ ഇതിലേക്ക് നടത്തിയ ഒരു ദൈവമുണ്ട്. അത് നിങ്ങൾ ഇന്ന് അറിയണം, അല്ലെങ്കിൽ സഭ ഇന്ന് അറിയണം.
ചില വലിയ ഹോട്ടലിലൊക്കെ പോകുമ്പോഴേ താക്കോൽ കാണത്തില്ല. നിങ്ങൾ ഹോട്ടലിലൊക്കെ പോകുന്നവരാ, നിങ്ങളെല്ലാം ഹോട്ടലിൽ പോയി താമസിക്കുന്നവരാ, അത് നിങ്ങളുടെ പറയേണ്ട കാര്യമില്ലെങ്കിലും ചിലടത്തൊക്കെ പോകുമ്പോ ഒരു ATM കാർഡ് പോലും സാധനം തരും. ഒരു ATM കാർഡല്ലേ, ATM കാർഡ്. താക്കോൽ ചോദിക്കുമ്പോ അവരെന്ത് ATM കാർഡ് തരും. ഇത് തന്നെ താക്കോൽ. അവിടെ എവിടെ പോയി നമ്മൾ ആദ്യം അവർ കാണുന്നതല്ലേ ഈ താക്കോൽ, ഈ കാർഡ് കൊണ്ട് ഇവിടെ പോകാനാ വേറെ എല്ലാം അതിനകത്തുണ്ടെന്ന് പറയാം. അവിടെ പോയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും, തുറക്കണ്ടല്ലോ, ഇത് എങ്ങനെ വെച്ചോണ്ടിരിക്കും, താക്കോലില്ലല്ലോ. അപ്പൊ അദ്ദേഹം വിളിച്ചു, അദ്ദേഹം പറയാണ്, സാർ ഒരു കാര്യം ചെയ്യേ, ഈ താക്കോൽ ഇതുണ്ടല്ലോ, ഈ കാർഡ് അതിലേക്കൊന്ന് തടവാൻ. ഏതിലേക്കാ? ആ ഡോറിലേക്ക് ഒന്ന് തടവാൻ. തടവി കഴിഞ്ഞാൽ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഡോർ തുറക്കും. സംവിധാനം മാറിയില്ലേ? ഇന്ന് രാത്രി ശ്രദ്ധിക്കണേ, ചിലതൊക്കെ ദൈവം തിരുത്തി തരുന്ന കാര്യം എന്നറിയാമോ? ചിലതൊക്കെ ദൈവം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തരണമെന്നറിയാമോ? എന്തിനാ? ദീർഘമായി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ പോലും അറിയാതെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ATM കാർഡിൽ കൂടി നിന്ന് നമ്മൾ പോലും അറിയാതെ പൈസ എടുക്കാൻ കഴിയും. ആ കാർഡിനെ നിയന്ത്രിക്കുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മെ നിയന്ത്രിക്കുന്ന, പൗലോസ് പറയാ, എന്നെ നിയന്ത്രിക്കുന്ന, സീലാസിനെ നിയന്ത്രിക്കുന്ന, തീമോഥെയോസിനെ നിയന്ത്രിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് എന്റെ കർത്താവ്. നാം എവിടെ നിൽക്കുന്നു, എവിടെ ആയിരിക്കുന്നു, എവിടെ പോകുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു, എവിടെ ഇരിക്കുന്നു എന്ന് അത് കറക്റ്റായിട്ട് വിഷൻ കാണുന്ന ഒരു കമ്പ്യൂട്ടറുണ്ട്. എന്റെ ATM കാർഡ് കളഞ്ഞു പോയാലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവരെ ലോക്ക് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഒരു ആത്മീകന്റെ ജീവിതവും. പൗലോസ് വ്യക്തമായിട്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊരിന്ത്യർ സഭയ്ക്ക് കൊടുക്കുന്ന ആലോചനയാണ്. ആമേൻ. അടുത്ത് നമുക്ക് ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. ലേഖനത്തിന്റെ വിഷയ വിഭജനം. 2 തെസ്സലോനിക്കർ ലേഖനത്തിന്റെ വിഷയ വിഭജനം. 1, പീഡയിൽ ധൈര്യപ്പെട്ടിരുന്നു. 1:3, 12. 1:3, 12. പീഡയിൽ ധൈര്യപ്പെട്ടിരുന്നു. അവരുടെ ആത്മീക വളർച്ചയിൽ തന്റെ നന്ദി. അവരുടെ ആത്മീക വളർച്ചയിൽ തന്റെ നന്ദി. 1:3. ബി, അവരുടെ സഹിഷ്ണുതയെ മറു സഭകളോട് പ്രസംഗിക്കുന്നു. 1:4. സി, ആധുനിക ഫലത്തെ
സംബന്ധിച്ചുള്ള തന്റെ ഉറപ്പ് 1:5 മുതൽ 10 വരെ. ഡി, അവർക്കു വേണ്ടിയുള്ള തന്റെ പ്രാർത്ഥനകൾ 1:11 മുതൽ 12 വരെ. ഒന്ന്, നേർവഴി കാണിക്കുന്നു 2:1 മുതൽ 17 വരെ. നേർവഴി കാണിക്കുന്നു. എ, കർത്താവിന്റെ ദിവസം. ഇപ്പം പറഞ്ഞ എന്റെ റെഫറൻസ് എന്ന് പറഞ്ഞു സാറേ. ഇപ്പൊ പറഞ്ഞ റെഫറൻസ് 2:1 മുതൽ 17 വരെ. എ, കർത്താവിന്റെ ദിവസം വന്നു, കഴിഞ്ഞിട്ടില്ല. വന്നു, കഴിഞ്ഞിട്ടില്ല. 2:1 മുതൽ 2 വരെ. ബി, അധർമ്മമൂർത്തി ആദ്യം വെളിപ്പെടും. അധർമ്മമൂർത്തി ആദ്യം വെളിപ്പെടും. 3 മുതൽ 12 വരെ. സി, ഉറപ്പിൽ സ്ഥിരപ്പെട്ടു നിൽക്കുക. 2:13 മുതൽ 17 വരെ. ഡി, ഉപദേശിക്കുന്നു 3:1 മുതൽ 15 വരെ. 1, തനിക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്. തനിക്കു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന്. 3:1, 2. 2, കർത്താവിൽ ഉറച്ച് നിൽക്കേണ്ടതിന്. കർത്താവിൽ ഉറച്ച് നിൽക്കേണ്ടതിന്. 3:3 മുതൽ 5 വരെ. മൂന്ന്, അച്ചടക്കമുള്ള ഒരു ജീവിതം നയിക്കുവാനും. അച്ചടക്കമുള്ള ഒരു ജീവിതം